68 ദിവസമായി ഭരണസിര കേന്ദ്രത്തിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് എന്നും ദുഃഖദിനമാണ്. ഈ ദുഃഖവെള്ളി ദിനവും പ്രതീക്ഷയോടെ തള്ളി നീക്കുകയാണവർ. ദുഃഖവെള്ളി ആചരിക്കുന്ന ഇന്ന് വിവിധ പരിപാടികളാണ് ആശമാർ സമരവേദിയിൽ ഒരുക്കുന്നത്. വിവരങ്ങളുമായി എസ് ശാലിനിയൊപ്പം ചേരുന്നു. ശാലിനി, പറയൂ. കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ്. സമാന്തരമായൊരു ദുഃഖക്കാഴ്ച തന്നെയാണ് ആശാവർക്കർമാരുടെ സമരപന്തലിലും കാണാൻ സാധിക്കുന്നത്. ഇന്ന് 68 ദിവസമായി അവരുടെ സഹന സമരം ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ തുടരുകയാണ്. ഒപ്പം തന്നെ 30 ദിവസമായി നിരാഹാര സമരവും ഇവിടെ ആശാവർക്കർമാർ നടത്തുന്നത്. നമുക്ക് പിന്നിൽ കാണുന്നത് പോലെ തന്നെ വിവിധ സഹന സമര രീതികൾ അവർ നടത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും ഈ 68 ദിവസങ്ങൾ പിന്നിടുമ്പോഴും യാതൊരു തരത്തിലുള്ള നടപടിയും ഇവരുടെ സമരത്തിലോ അല്ലെങ്കിൽ ഇവരുടെ ആവശ്യങ്ങൾക്കോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ശക്തമായ സമരം വരും ദിവസങ്ങളിലും തുടരുമെന്ന് തന്നെയാണ് സമരസമിതി അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. സമരം ഈ 68ാം ദിവസം തുടരുമ്പോഴും ഇന്നും ദുഃഖം ആചരിച്ചുകൊണ്ട് ഇവർ ഈ സമരപന്തലിൽ തുടരുകയാണ്. മുടിമുറിച്ചും ഒപ്പം തന്നെ വിവിധ തരത്തിലുള്ള സമരങ്ങൾ നടത്തിയും അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാനും ഒപ്പം തന്നെ വിവിധ ആവശ്യങ്ങൾ 21,000 രൂപയാക്കി അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക, ഒപ്പം തന്നെ അവരുടെ ജോലി കഴിഞ്ഞ് അവർ മടങ്ങുമ്പോൾ അവരുടെ ആനുകൂല്യമായി അവരുടെ വിടുതൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു സമരം കഴിഞ്ഞ 68 ദിവസമായി ഈ രാപ്പകൽ സമരം ഇവിടെ തുടരുന്നത്. എന്തായാലും സമരത്തിൽ കൃത്യമായ രീതിയിൽ ഒരു രീതിയിലുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരു ആശ്വാസകരമായ വാർത്ത വരുന്നത് CPO സമരപന്തലിൽ നിന്നാണ്. 45ഓളം വരുന്ന ആളുകൾക്ക് അഡ്വൈസ് മെമ്മോ അനുവദിച്ച് സർക്കാർ നടപടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇതിന് പിന്നാലെ ഇവരും ആശ്വാസത്തിലാണ്, പ്രതീക്ഷയിലാണ്. കാരണം തങ്ങളുടെ സമരവും സർക്കാർ കാണുമെന്നുള്ളൊരു പ്രതീക്ഷ ഈ ആശാ വർക്കർമാർ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 68 ദിവസം പിന്നിടുമ്പോൾ സമരസമിതി നേതാക്കൾ നമ്മൾക്കൊപ്പം ചേരുകയാണ്. ചേച്ചി, ഇന്നിപ്പോൾ 68 ദിവസമായി ദുഃഖവെള്ളിയാഴ്ചയാണ്, ദുഃഖദിനമാണ്. എന്താണ് സമരം തുടരുക തന്നെയല്ലേ? സമരം തുടരുക തന്നെയാണ്. തീർച്ചയായിട്ടും സർക്കാർ ഒരു നടപടി സ്വീകരിക്കാത്തതിൽ ഞങ്ങൾക്ക് അതിയായ ദുഃഖം ഇന്നത്തെ ദിവസമുണ്ട്. എത്രയും വേഗം ഇത് ഡിമാൻഡുകൾ അംഗീകരിച്ച് സമരം പരിഹരിക്കാനുള്ളൊരു നടപടി ഗവൺമെൻറ് ഭാഗത്തുണ്ടാകണം. കാരണം ഇത്രയും ദിവസമായ വളരെ ദരിദ്രരായ ആശാവർക്കർമാർ തെരുവിൽ വന്ന് സമരം ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് അതികഠിനം തന്നെയാണ്. ഗവൺമെൻറ് അത് കാണണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇവിടെ ആശാവർക്കർമാരുടെ സമരം തുടർന്ന് തൊട്ടപ്പുറത്ത് CPO സമരം തുടർന്നു. CPOക്ക് ഇപ്പോൾ 45 പേർക്ക് അഡ്വൈസ് മെമ്മോ അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ സർക്കാർ നടപടികൾ ആരംഭിച്ചു. പ്രതീക്ഷ ഇപ്പോഴും ഉണ്ടോ നിങ്ങളുടെ സമരത്തെയും സർക്കാർ കേൾക്കും കാണുമെന്ന്? തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. നമ്മളൊരു ജനാധിപത്യ സംവിധാനത്തിനുള്ളിലല്ലേ ജീവിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ സമരങ്ങൾ നടക്കുമ്പോൾ തീർച്ചയായിട്ടും അത് മുഖവിലേക്ക് എടുക്കാതെ സർക്കാരിന് പോകാൻ പറ്റത്തില്ലല്ലോ. കടുംപിടുത്തമായിട്ട് എത്ര നാൾ പോകാൻ പറ്റും? തീർച്ചയായിട്ടും ഈ സമരം സെറ്റിൽ ചെയ്യുമെന്നുള്ള 100% പ്രതീക്ഷയിലാണ് ഞങ്ങളിരിക്കുന്നത്. ഒരു മന്ത്രിതല ചർച്ചയും കൂടെ പ്രതീക്ഷ വെക്കണമല്ലോ. തീർച്ചയായിട്ടും ചർച്ച ഉണ്ടാവണം, സമരം സെറ്റിൽ ചെയ്യണം, നമ്മുടെ ഡിമാൻഡുകൾ അംഗീകരിക്കണം. നമ്മളിപ്പോൾ സർക്കാരിൻ്റെ മുന്നിൽ ഏറ്റവും ലീസ്റ്റായിട്ടുള്ളൊരു പ്രപ്പോസലാണ് വെച്ചിരിക്കുന്നത്. അത് അംഗീകരിക്കുന്നതിന് സർക്കാരിന് ഒരു തടസ്സവും ഇല്ലാത്ത കാര്യമാണ്. പക്ഷേ ചില പിടിവാശിയുടെയും രാഷ്ട്രീയ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പോകുന്നതെന്നാണ് ഞങ്ങളിപ്പം മനസ്സിലാക്കുന്നതും വിലയിരുത്തുന്നതും. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ വെടിഞ്ഞ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എങ്ങനെയാണോ പെരുമാറുന്നത് അതിനനുസരിച്ചുള്ള നിലപാടുണ്ടാവണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അവരുടെ നിസ്സാരമായിട്ടുള്ള ചില ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആ ആവശ്യങ്ങൾ സർക്കാർ കേൾക്കും കാണുമെന്നുള്ളതാണ് അവർ പ്രതീക്ഷയായി വെക്കുകയും ചെയ്തിട്ടുള്ളത്. നമുക്ക് പിന്നിൽ കാണാം പ്രായമായ അമ്മമാരുണ്ട്, മുട്ടയടിച്ച് പ്രതിഷേധിച്ച അമ്മമാരുണ്ട്. ഒപ്പം തന്നെ അവരുടെ ആരോഗ്യസ്ഥിതി മോശമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും സർക്കാർ കാണുന്നില്ല. രാഷ്ട്രീയമായി മാത്രം ഈ സമരത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുതന്നെയാണ് ഈ ഒരു ബോർഡിൽ 68 ദിവസത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. കാരണം 3 ഘട്ടങ്ങളായി മന്ത്രിതല ചർച്ച നടത്തി. ആ മന്ത്രിതല ചർച്ചയിൽ ഒന്നും തന്നെ തീരുമാനങ്ങൾ ഉണ്ടായില്ല. ആ തീരുമാനങ്ങൾ ഉണ്ടാകാത്തതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശാവർക്കർമാർ ഈ സമരപന്തലിൽ ഇന്നും ഇവിടെ തുടരുന്നത് എന്നുള്ളതാണ്. കാരണം നമ്മൾ പല സമരങ്ങളും കണ്ടിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് പടിക്കൽ. പക്ഷേ ഒരു സ്ത്രീകൾ നേതൃത്വം നൽകി സ്ത്രീ ശക്തി തെളിയിച്ചുകൊണ്ട് കഴിഞ്ഞ 68 ദിവസമായി ഈ സമരം, 30 ദിവസമായി നിരാഹാര സമരം, അതൊരു ചരിത്രം തന്നെയായി മാറുകയാണ്. എന്തായാലും ആ ചരിത്രത്തോട് സർക്കാരും പിണറായി വിജയനും വിമുഖത കാട്ടുന്നു, അല്ലെങ്കിൽ അവരോട് മുഖം തിരിക്കുന്നു എന്നുള്ളൊരു വിമർശനം മാത്രമാണ് ഇവർക്കുള്ളത്. എന്തായാലും പ്രതീക്ഷ കൈവച്ചുകൊണ്ട് തന്നെയാണ് ഈ ദുഃഖവെള്ളിയാഴ്ച ദിനത്തിലും ദുഃഖം പേറി ഇവർ ഈ സമരപന്തലിൽ തുടരുകയും ചെയ്യുന്നത്. ആശമാരുടെ സമരം 68ാം ദിവസം ഏറെ വേദനയോടെ ദുഃഖവെള്ളി ദിനത്തിലും സമരമിരിക്കുകയാണ് അവർ.